എനിക്കും പറയാൻ ശ്വാസമില്ല. അറിഞ്ഞൂടാ, ഒന്നും പറയാനില്ല എൻ്റെ അമ്മോ. അല്ല, ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ പല അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോഴും പട്ടാമ്പി കിടക്കുന്ന ഞാൻ ഒരു അവതാരകനാവുന്നു, അടയാളങ്ങൾ പോലൊരു സിനിമ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, തെലുങ്കിൽ അല്ലു അർജുൻ്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ എന്തൊരു ഫോർച്ചുനേറ്റ് ആണ്. കാരണം ചെറിയൊരു സ്ഥലത്തിൽ നിന്ന് ഞാനിങ്ങനെ ഐ എം ട്രാവലിംഗ്, ലൈഫിൽ എന്ത് കിട്ടുമ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി തോന്നാറുണ്ട്. പക്ഷേ ഇതുപോലെ കുറെ എണ്ണത്തിന് കിട്ടുന്നതിലേക്ക് അതിനേക്കാൾ മേലെ അല്ല ഒന്നും. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. ഇവര് സ്നേഹിച്ചു കൊല്ലുന്നു എന്നും എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഐ തിങ്ക് എൻ്റെ ഏത് ഇന്റർവ്യൂ എവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവർ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം GP ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണ്. എപ്പോഴും മനസ്സിലൊരു കുറ്റബോധത്തോടെയാണ് ഞാനത് സംസാരിക്കാറ്. കാരണം ഇവരാണ് എപ്പോഴും എഫേർട്ട് എടുത്ത് മീറ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ തോന്നാറ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഓക്കെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, എന്ത് സംഭവിച്ചാലും അവരുണ്ടാവും എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങാണ്. ഇവിടെ എൻ്റെ അടുത്ത് ഗോപിക പണ്ട് ചോദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഗോപിക ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഫ്രണ്ട്സിന് ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക? അപ്പൊ ഞാൻ ഗോപികയോട് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരായിട്ടാണ് ഇപ്പോഴും ചേട്ടന് ഫ്രണ്ട്സ് ആയിട്ട് കൂടെ നിൽക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ട്രൂ. അത് ഗോപിക പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പക്ഷെ അതന്നെയാണ് എൻ്റെ അഹങ്കാരം, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മനസ്സിൽ തട്ടി അഹങ്കാരത്തോടു കൂടി ആ ഭാഗ്യം ഞാൻ പറയുന്നു. ഇവരാണ് എല്ലാം. താങ്ക് യു. എനിക്ക് അത്രയും കേട്ടാൽ മതിയായിരുന്നു. നിങ്ങൾ വെക്കോ. ഞങ്ങളുടെ കൂടെ ഈ ഡാൻസിന് ഇല്ലാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഞങ്ങളുടെ സാലിക്ക്